ഹായ്. നമ്മുടെ ഗാർഡൻ നമ്മൾ സാധാരണ പരിചയപ്പെടുത്താത്തൊരു ഫ്രൂട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറയാത്തൊരു സാധനമാണ് നമ്മുടെ മനില ടെന്നീസ് ബോൾ ചെറി. അല്ലേ, ഇത് നമ്മുടെ ഒരു സീഡ് ലൂബിയുടെ ഒക്കെ ഒരു ഫാമിലി വരുന്നതാണ്. എന്നാലും സീഡ് ലൂബി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ വളരെ പല ആൾക്കും പല അഭിപ്രായമുള്ളൊരു ഫ്രൂട്ടും കൂടിയാണ്. ചില ആൾക്കാർ പറയും നല്ലതാണെന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ അങ്ങനെ അത്ര കാര്യമായിട്ട് പറയുന്നില്ല, വളരെ ചവർപ്പാണ് പഴുത്ത് കഴിഞ്ഞാലും എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ കുഴപ്പം സീഡ് പോലെ തന്നെ കേട്ടോ. അതായത് ഒരു 6 മാസത്തോളം എടുക്കുമെന്ന് മൂത്ത് പഴുത്ത് കിട്ടാൻ. നമ്മൾ പഴയ വീഡിയോയിൽ പറയായിരുന്നു, വരുന്നതുകൊണ്ടല്ല, കായ്ക്കാൻ അല്പം സമയം എടുത്തിട്ടുള്ള ഫ്രൂട്ടാണ്. കാരണം ഇത് എൻ്റെ കൈ കിട്ടിയിട്ട് തന്നെ ഒരു 2 വർഷം കഴിഞ്ഞു. ഓർത്ത് നോക്കിയാൽ മതി. ഞാൻ അത്യാവശ്യം വലിയൊരു ഏജ്, അല്ലെങ്കിൽ 1 വർഷം 1.5 വർഷം പഴക്കമുള്ള ചെടി തന്നെയാണ് വാങ്ങിയതായിട്ട് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അറിവ് ശരിയാണെങ്കിൽ. ഒരു 2-3 വർഷമൊക്കെ വേണം ഇതൊന്ന് കായ്ച്ചു തുടങ്ങാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസിലെല്ലാം അങ്ങനെ ആഡ് ചെയ്യായിരുന്നത് കേട്ടോ. അത്യാവശ്യം സൈസ് എന്ന ഫ്രൂട്ടാട്ടോ. ഇത് കായ്ച്ചു തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. കാരണം ഇതിപ്പം ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആദ്യം 1-2 പ്രാവശ്യം ഒറ്റയ്ക്കൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പൊഴിഞ്ഞു പോവുക ചെയ്തത്. പക്ഷേ ഇപ്പം നല്ലപോലെ തന്നെ കായ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കൊമ്പിലും അത്യാവശ്യം നിറച്ച് തന്നെ ഫ്രൂട്ടുണ്ട്. നല്ല സൈസ് വരും, അത്യാവശ്യം സൈസ് വരുന്നതാണ്. പിന്നെ ഇത് പഴുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, നമുക്ക് എൻ്റെ ടേസ്റ്റ് ഉൾപ്പെടെ. കാരണം ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ നല്ല ഫ്രൂട്ടാണെന്ന് പറഞ്ഞത്. പക്ഷേ കറക്റ്റ് പഴുത്ത് കിട്ടണം. അതായത് ചെറുതായിട്ട് കളർ മാറിയാൽ പോരാ, കളർ മാറി നല്ല കറുത്ത് ഇത് പറിച്ച് വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണം എന്നാണ് പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞത്. അത് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാർ, ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത് ചെയ്തെങ്കിലേ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി കറക്റ്റ് കിട്ടുള്ളൂ. ഇതൊരു ബഡ് പ്ലാന്റാണിത്. അത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വണ്ണം കണ്ടോ, വണ്ണമുള്ളൊരു ബഡ് പ്ലാന്റാണ്. സാധാരണ മണിലയൊക്കെ സാധാരണ ഗ്രാഫ്റ്റിക്കാണ് കിട്ടുന്നത്. എനിക്കൊരു നഴ്സറിയിൽ നിന്ന് എനിക്ക് കുറേ അന്വേഷിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് 2 വർഷം മുമ്പ്. പലപ്പോഴും ഞാൻ ഇത് കായ്ക്കാതെ വന്നപ്പോൾ ഒഴിവാക്കണമെന്നൊക്കെ പ്ലാനിങ് ഉള്ള ചെടിയായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഒഴിവാക്കുന്നില്ല, കാരണം അത്യാവശ്യം നല്ല ഫ്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഒന്നും കളയുന്നൊന്നുമില്ല. ഇനി ടേസ്റ്റൊക്കെ നോക്കി എല്ലാവരുടെ അഭിപ്രായം പോലെ തന്നെയാണോ എൻ്റെ അഭിപ്രായം എന്ന് കൂടെ അറിയണമല്ലോ. നല്ലൊരു ഫ്രൂട്ടാണോ അതോ മോശം ഫ്രൂട്ടാണോ എന്ന് അറിയണം. പക്ഷേ നമ്മൾ സീഡ് ലൂബിയൊക്കെ ഉണ്ടാകുന്ന പോലെ അത്ര ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകത്തില്ല കേട്ടോ. സൈസ് ഉണ്ടാവും, നല്ല സൈസുണ്ട്. പക്ഷേ നമ്മൾ സീഡ് ലൂബി അറിയാമല്ലോ, നിറച്ചങ്ങനെ കമ്പുകൾ ഫുള്ളായിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ഇതുണ്ടാകുന്നില്ല എന്നുള്ളൊരു പോരായ്മ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കായ്ക്കുന്നൊരു ഫ്രൂട്ടാണ്. ഏതായാലും നമുക്ക് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിച്ച് കഴിഞ്ഞ് നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.